Hello guys, welcome to our channel. Welcome. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ 6th ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, 2 ദിവസം ഇനി സീൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഈ ഷിപ്പിൻ്റെ ഫുൾ ഒരു ടൂർ തരാമെന്ന്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ ഫുൾ കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇപ്പോൾ രാവിലെ ആയി, ഞങ്ങൾ എണീറ്റ് ഫ്രഷായി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അത് 14th ഡെക്കിലാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ 15 ഉണ്ട്, പിന്നെ ഏറ്റവും ടോപ്പ് ഡെക്ക് ഉണ്ട്, അങ്ങനെ പോവുക. അപ്പം നമുക്ക് വേണമെങ്കിൽ 14 ഡെക്കിൽ നിന്ന് തുടങ്ങാം, കാരണം എന്തായാലും ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പോയി ആദ്യം ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. ഇന്ന് ഞങ്ങൾ വിചാരിക്കുന്ന കുറച്ച് സീരിയൽസ് ഒക്കെ ട്രൈ ചെയ്യാമെന്നാണ്. ഇവിടെ ഇന്ന് നമ്മൾ കാണാറുണ്ട്, പക്ഷെ ഞങ്ങൾ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് വെറൈറ്റി സീരിയൽസ് ആ ഉള്ളതെന്ന് നോക്കട്ടെ. ഈ 14th ഡെക്ക് എന്ന് പറയുന്നത് മൊത്തം പൂളും അതുപോലെ തന്നെ 2 ഇൻഡോർ പൂളുണ്ട്, അതുപോലെ തന്നെ ഔട്ട്ഡോർ പൂളുണ്ട്, പിന്നെ 2 റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിൻജാമർ എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കൈ കഴുകണം. ആദ്യം തന്നെ അവർ കൈ കഴുകാൻ കഴിച്ചും. അപ്പോൾ കൈ കഴുകിക്കുക, എന്നിട്ട് ഫുഡ് കഴിപ്പിക്കുന്നുണ്ട്. നല്ല ശീലമാണ്. സോ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് 15th ഡെക്കിലാണ്. ഇതിൻ്റെ അകത്താണ് കുറേ നമുക്കുള്ള സ്പോർട്സിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഈ ബമ്പർ കാറും പിന്നെന്താ ടേബിൾ ടെന്നീസ്, അങ്ങനത്തെ കുറേ സ്പോർട്സ് ആയിട്ടുള്ള ഐറ്റംസ് ഉള്ളത് ഈ 15th ഡെക്കിലാണ്. അപ്പോൾ നമുക്ക് പോയി കാണാം. സോ ഇവിടെയാണ് ബമ്പർ കാർസ് കളിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ കാണാം, അവിടെ എക്സ്ബോക്സ് കളിക്കാനുള്ള സ്ഥലമുണ്ട്, കുറേ പ്ലേ സ്റ്റേഷൻ എക്സ്ബോക്സ് ഒക്കെ കളിക്കാനുള്ള സ്ഥലമുണ്ട്, അല്ല പിങ് പോങ്ങുകൾ കളിക്കാനുള്ളതുണ്ട്, ടേബിൾ ടെന്നീസ് കളിക്കാനുള്ളതുണ്ട്, പിന്നെ ആർക്കേഡ് കുറേ ഉണ്ട്. സോ ഇതെല്ലാം അതിൻ്റെ മുകളിലുണ്ട്. സൈഡിലും ഇവിടെ ആർക്കേഡ് നമുക്ക്, പക്ഷേ ക്യാഷ് കൊടുക്കണം, ക്യാഷ് കൊടുത്ത് നമുക്ക് കളിക്കാം. ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ്. ഇന്നലെ ഞങ്ങൾ ഒരു 5-8 വട്ടം ഞങ്ങൾ ഇതിനകത്ത് കയറി കുറച്ച് പിള്ളേരുമായിട്ട് പമ്പ് ചെയ്ത് കളിക്കുകയായിരുന്നു. ഇറ്റ് വാസ് ഫോർ ഫൺ. സോ അപ്പോൾ ഇതാണ് ആർക്കേഡ്സ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കയറണമെങ്കിൽ കയറാം, പക്ഷെ നമുക്ക് ഇതിനകത്ത് കളിക്കണമെങ്കിൽ ഇത് പേ ചെയ്യണം. ഇവിടെ ഉണ്ട്, നമുക്ക് പോയി ക്രെഡിറ്റ് എടുക്കാം, പൈസ ഇട്ട് നമുക്ക് ക്രെഡിറ്റ് എടുത്ത് അത് വെച്ചിട്ടാണ് ഇവിടെ കളിക്കുന്നത്. ഇത് ഫ്രീ എല്ലാവർക്കും. ജുറാസിക് എസ്കേപ്പ് വണ്ടി, അന്ന് ജുറാസിക് പാർക്കിൽ ആൾക്കാർ എസ്കേപ്പ് ചെയ്ത് പോയ വണ്ടിയാണ് ഈ ജീപ്പാണത്. സോ ഇപ്പോൾ നിൽക്കുന്നത് 14th ഡെക്കിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാം ഒരു റണ്ണിങ് ട്രാക്കൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ റണ്ണിങ് ചെയ്യാൻ, രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഈ സ്ഥലത്തൂടെയാണ് ആൾക്കാർ പോകുന്നത്. റൺ ചെയ്യാം, അവർക്ക് വാക്ക് ചെയ്യാം, സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കടലിൻ്റെ വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇരുന്ന് സൺബാത്ത് എടുക്കാൻ വേണ്ടിയുള്ള എല്ലാം ഉണ്ട് ഇതിൻ്റെ ഏറ്റവും 14th ഡെക്കിൽ. പിന്നെ ഇവിടുന്ന് കുറച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് വേറെ ചെയ്യാൻ വേണ്ടിയുണ്ട്. നമുക്ക് കാണാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ജിറാഫിൻ്റെ കാലിൽ പിടിച്ചുകൊണ്ടാണ്. ഈ ജിറാഫിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം വെച്ചാൽ ഇതൊരു ജിറാഫിൻ്റെ പോലെ
Come on. We're gonna bomb your thing. Say hello. We're from England. Where are you from? We from USA. USA. Oh, local. Hey. What's your name? Yeah. Gino. Gino. Nice. Gilu. Gilu. Beautiful. Thank you. How are you associated with this guy? That's my wife. How did such a beautiful girl meet such a lovely guy? Nice to meet you. Okay, see you guys. Bye. അപ്പോൾ കണ്ടിന്യൂ ലെഗ്സ് വന്ന് സംസാരിച്ച് പോയി. അപ്പോൾ മൊത്തം പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ജിറാഫിനെ കാലിൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഈ ജിറാഫിന് ഒരു പ്രത്യേകതയുണ്ട്. ജിറാഫ് ഒരു ഇതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെങ്കിലും ഇത് ഷിപ്പിൻ്റെ ബാലൻസിനും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അവരെന്തോ ബാലൻസിങ് ഫ്രണ്ടിലും ബാക്കിലും ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഈ ജിറാഫിനെ യൂസ് ചെയ്യാറുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്രയും വലിയൊരു ജിറാഫിനെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു റോക്ക് ക്ലൈമ്പിങ്ങിൻ്റെ ഇതും കൂടി ഉണ്ട്. ഇവിടെ കാണാം ആൾക്കാർക്ക് ക്ലൈംബ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കൽ മാത്രമേ ക്ലൈംബ് ചെയ്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. കുറേ ദിവസമായിട്ട് ഇവിടെ ഒരാൾ പ്ലാൻ ചെയ്യുക ക്ലൈംബ് ചെയ്യാൻ വേണ്ടി. ആദ്യം പ്ലാൻ ചെയ്ത് റിസർവ് ചെയ്ത ദിവസം ഭയങ്കര വിൻഡ് ആയതുകൊണ്ട് കയറാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒക്കെ ഇവരത് ക്ലോസ് ചെയ്തേക്കുമായിരുന്നു. ഇപ്പോൾ അത് ഓപ്പൺ ചെയ്തു, പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ കയറാൻ പറ്റിയില്ല. നാളെ ഒരു ദിവസം കൂടെ ഉണ്ട്, ഞങ്ങൾ എന്തായാലും കയറുന്നതായിരിക്കും. സോ അടുത്ത ഇനിയിപ്പോൾ നമ്മൾ 16th ഡെക്കിലോട്ടാണ് കയറാൻ പോകുന്നത്. അവിടെ ആണെങ്കിൽ നമുക്ക് സർഫിങ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് ഫ്ലൈ നമ്മുടെ സ്കൈ സോൺ ഫ്ലൈ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, അതിലും കയറാൻ പറ്റും. ഞാൻ പറയുന്ന കേൾക്കാൻ വരുന്നതുകൊണ്ട് ഇവിടെ ഭയങ്കര നോയ്സാണ്. എന്തായാലും സർഫിങ്ങിൻ്റെ കാണാം. സ്കൈ സോൺ അതും കുറച്ച് കയറണം. അത് 16th ഡെക്കിൽ തന്നെയാണ്, പക്ഷെ ഒരു ലെവലിൽ ഇവർ കൂട്ടി വെച്ചേക്കുവാണ്. നോക്കാം. സോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് 14th ഫ്ലോറിൽ തന്നെയാണ്, 14th ഡെക്കിൽ. അതിൻ്റെ അകത്ത് ഒരു ഔട്ട്ഡോർ പൂളും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡോർ പൂളും ഉണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഇൻഡോർ പൂള്. നോക്കാം. സോ 15th ഡെക്കിലാണ്. നമുക്ക് സ്പാ ചെയ്യാനും അങ്ങനെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വന്നിട്ട് എല്ലാം ചെയ്യാനുള്ള സംഭവമുണ്ട്. നെയിൽ ആർട്ട് ചെയ്തു തരും, പെഡിക്യൂർ മാനിക്യൂർ അതെല്ലാം ഉണ്ട്. അപ്പം ഇവിടെയാണ് സ്പാ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ ബയോണിക് ബാറിൽ ഒന്നുകൂടി വന്നിരിക്കുകയാണ്. 5th ഫ്ലോറിലുള്ള 5th ഡെക്കിലാണ് ബയോണിക് ബാർ. ഒന്നും കൂടി ഒരു ഡ്രിങ്ക് കൂടി എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങളപ്പോൾ വീണ്ടും ഈ പറഞ്ഞ ബയോണിക് ബാറിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ഡ്രിങ്ക് എടുക്കാൻ വേണ്ടി വന്നേക്കുക. നമുക്ക് നോക്കാം ഏതാ നല്ല ഡ്രിങ്ക് ഉള്ളതെന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഈ 5th ഡെക്കിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അത് യൂഷ്വലി ഇവിടെ ഫുള്ള് കുറേ സ്റ്റോഴ്സും കാര്യങ്ങളും പിന്നെന്താ കഫേസും അങ്ങനെയൊക്കെ ഉള്ളതാണ് 5th ഡെക്കിൽ വരുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഭയങ്കര മ്യൂസിക് ആയതുകൊണ്ട് അതിൻ്റെ ഭയങ്കര സൗണ്ടാണ്. മൈക്കൊന്നും വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, വലുതായിട്ടൊന്നും കേൾക്കാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ബാക്കി കാണാം.
കാർഡ് അവിടെ ചെന്ന് ടാഗ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഡ്രിങ്ക് ഇങ്ങോട്ട് ഓട്ടോമാറ്റിക് വരും. പിന്നെ എടുക്കുക, പോരുക, ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഈസി. ഇനി ബാർട്ടൻഡേഴ്സിൻ്റെ കാര്യം കഷ്ടപ്പോക. അയ്യോ പറ്റിച്ചേ, സ്കാനായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോ ഗ്യാലറിയിലാണ് കയറിയത്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിന്ന് നമ്മുടെ ഫോട്ടോസ് എടുത്തു തരും. ആ ഫോട്ടോസ് എല്ലാം നമുക്ക് വന്നിട്ട് ഇവിടെ ഗ്യാലറിയിൽ പോയി നോക്കിക്കഴിഞ്ഞ് പേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ നമുക്ക് പ്രിൻ്റ് എടുത്ത് അവർ തരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു, വന്ന് നോക്കി, പക്ഷേ ഇഷ്ടപ്പെട്ടില്ല, അതാണ് ഞങ്ങൾ എടുക്കുന്നില്ല. ഇനി നമ്മൾ അടുത്ത് കാണുന്നത് ഇതാണ് ഇവിടുത്തെ വലിയൊരു തിയേറ്റർ. അപ്പം വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അൺവാക്സിനേറ്റഡ് ആയിട്ട് ആൾക്കാർക്കും 2 തിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ നിൽക്കുന്ന ഡെക്ക് 4th ഡെക്കാണ്. അപ്പോൾ ഇത് വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ തിയേറ്ററാണ്. ഇതിൻ്റെ മുകളിലാണ് 5th ഡെക്കിലാണ് അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ. നമുക്ക് ഇന്നിവിടെ ഒരു ഷോ ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറാം. ഇപ്പോൾ കയറാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. സോറി, ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു 2:30 ആകുമ്പോൾ ഒരു ഷോ ഉണ്ട്. ആ സമയത്ത് ഈ തിയേറ്ററിലാണ് നമ്മൾ വന്ന് കാണുന്നത്. അന്നേരം നമ്മൾ കാണിച്ചു തരാം. ഇനി ഈ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സീയുടെ വ്യൂ പിന്നെയും കിട്ടും. ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങാം. ഭാഗ്യം, ഓപ്പണായി. ഇതുവരെ ഉള്ളൂ, വെളിയിലോട്ട് അവർ ഇറക്കത്തില്ല. ഇറക്കി. ഇനി സൈഡിൽ കാണുന്ന ഒരു യെല്ലോ ഷിപ്പ്, ഒരു കുഞ്ഞു ബോട്ട് പോലെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അപകട ഷിപ്പിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ സൈഡിൽ കാണുന്നത്. സൈഡിലും ഇതേപോലെ തന്നെ ഈ ഒരു കുഞ്ഞു ബോട്ട് അവർ കൊടുത്ത് അപ്പുറം 2 സൈഡിലായിട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഏകദേശം ഒരു 5-6 എണ്ണം അങ്ങാണ്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള സംഭവമുണ്ട്. സോ രസമുണ്ട് കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഫുഡ് എടുത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യൻ ഫുഡ് കുറേ ഉണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ കബാബുണ്ട്, മെഡിറ്ററേനിയൻ ഫുഡ്, പിന്നെ ഫിഷുണ്ട്, ചിക്കൻ കറി ഉണ്ട്, ബീഫ് സ്റ്റൂ ഉണ്ട്, നൂഡിലുണ്ട്, എന്ത് വേണ്ട ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം രാവിലെ ഞങ്ങൾ കഴിച്ചപ്പോൾ ഉച്ചയ്ക്ക് വന്ന് ഇനി പ്രത്യേകിച്ചും ഉണ്ടാകുന്ന സെയിം തിങ് ആയിരിക്കുന്നത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതുണ്ടോ, ഈ ഷിപ്പിൽ കയറിയപ്പോൾ എൻ്റെ 5 പൗണ്ട് കൂടി. ജില്ലു അവന് 5 പൗണ്ട് കൂടി. ജില്ലു അന്തം വിട്ടിരിക്കും. ജില്ലുവിന് മനസ്സിലാവുന്ന കാര്യം കൂടി എന്ന് പറഞ്ഞിട്ട്. കാരണം രാവിലെ കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കുക, വൈകുന്നേരം കഴിക്കും, ഇതാണ് പരിപാടി. ബട്ട് ഫുഡ് ഇസ് റിയലി ഗുഡ് അല്ലേ? ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. തിയേറ്ററിൻ്റെ ഉള്ളിൽ ഇവിടെ ഷോ നടക്കുന്നുണ്ട്, വി വിൽ റോക്ക് യു. എനിക്കത് പാട്ടിലേക്ക് പറഞ്ഞില്ല ഒരു 2:30 ആകുമ്പോഴത്തേക്ക് കൊണ്ടുവന്നാൽ ഇപ്പോൾ ടൈം 2 o'clock ആയി. 2:30ക്കാണ് ആ ഷോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്ന് കയറിയിരിക്കുവാണ്. നമുക്ക് നോക്കാം, അടിപൊളി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ റോക്ക് ചെയ്തിട്ട് തിരിച്ചിറങ്ങിയേക്കുവാണ്. ഷോയെ കണ്ട് അടിപൊളിയായിരുന്നു, നല്ല രസമുള്ള ഷോ ആയിരുന്നു. വി വിൽ റോക്ക് യു എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഇംഗ്ലണ്ടിലല്ലേ, ഇംഗ്ലണ്ടാണോ ലണ്ടനിലോ, അവിടെ ബ്രോഡ് സ്ട്രീറ്റിലുള്ള ഷോ ആണ് അവരോട് കൊണ്ടുവന്നത്. എന്തായാലും അടിപൊളി ഷോ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നു. നാളെയും ഈ ഷോ തന്നെ, ഇവരുടെ തന്നെ വേറെ ഡിഫറെൻ്റ് ഒരു ഷോ ഉണ്ട്. ഞങ്ങൾ അപ്പോൾ തന്നെ പെട്ടെന്ന് ബുക്ക് ചെയ്ത് കാണാൻ വേണ്ടി, കാരണം അടിപൊളി ഷോ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അധികം വീഡിയോസ് എടുത്തിട്ടില്ല, പിന്നെ എടുത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുക്കാഞ്ഞത്. പക്ഷേ എനിവേ അടിപൊളി ഷോ ആയിരുന്നു. ഇനി ബാക്കി കുറച്ച് കോഫി ഒക്കെ കുടിക്കണം, കുറച്ച് അതെ ചുമ്മാ നടക്കാം.
സോ 6 to 10 അല്ല 6 to 11 എന്ന് പറയുന്നത് റൂംസ് ആണ്. അവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ജസ്റ്റ് റൂം മാത്രമേ ഉള്ളൂ നമ്മൾ താമസിക്കുന്നത്. അതിനകത്ത് ഇനി പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ചിലതിന് ബാൽക്കണി ഉണ്ട്, ചിലത് സൂട്ടാണ്, ചിലത് സാധാ റൂംസാണ്. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ 4 ഫ്ലോറിലായിട്ട് ഫുള്ള് റൂംസ് മാത്രമാണ്. ബാക്കിയൊക്കെ നമ്മൾ ഏകദേശം എല്ലാം കാണിച്ചെന്ന് തോന്നുന്നു, പലയിടത്തായിട്ട് നമ്മളെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം സെക്കൻഡ് ഫ്ലോറിൽ പിന്നെ മെഡിക്കൽ എമർജൻസി അങ്ങനെ എന്തെങ്കിലും ഉള്ളത് സെക്കൻഡ് ഡെക്കിലുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഷിപ്പിൻ്റെ അകം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഇരിക്കും ഏകദേശം. എല്ലാ ഷിപ്പും ഒരുപോലൊക്കെയാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും റോയൽ കരീബിയൻ്റെത് ഇങ്ങനെയാണ്. അപ്പം ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ തീരുവാണ്. അതെ, അപ്പം ഞങ്ങളുടെ ഈ ഒരു ഷിപ്പിൻ്റെ ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ